പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം ടേമിലെ ആദ്യ ബജറ്റിന് കളമൊരുങ്ങി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ ഏഴാമത്തെ കേന്ദ്ര ബജറ്റ് ജൂലൈ 23 ചൊവ്വാഴ്ച അവതരിപ്പിക്കും. കഴിഞ്ഞ മെയ് മാസത്തിൽ നിഫ്റ്റി സൂചിക കൺസോളിഡേറ്റ് ചെയ്തതിനു ശേഷം ജൂണിൽ 6.6% ഉയർച്ചയാണ് നേടിയത്. NDA സർക്കാരിന്റെ മൂന്നാം ഭരണത്തുടർച്ച ഉറപ്പായതോടെ സൂചികൾ ഉയരുകയായിരുന്നു. നിലവിൽ ജൂലൈ 23 നടക്കാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിലാണ് വിപണി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ബജറ്റിൽ ഉയരുന്ന 8 ലാർജ് ക്യാപ് ഓഹരികൾ നോക്കാം. 1. ICICI ബാങ്ക് ലിമിറ്റഡ്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര ബാങ്കും സാമ്പത്തിക സേവന കമ്പനിയുമാണ് ICICI ബാങ്ക് ലിമിറ്റഡ്. നിക്ഷേപ ബാങ്കിംഗ്, ലൈഫ്, നോൺ ലൈഫ് ഇൻഷുറൻസ്, വെഞ്ചുവർ ക്യാപിറ്റൽ, അസറ്റ് മാനേജ്മെന്റ് എന്നീ മേഖലകളിലെ വിവിധ ഡെലിവറി ചാനലുകളിലൂടെയും സ്പെഷ്യലൈസ്ഡ് സബ്സിഡിയറികളിലൂടെയും കോർപ്പറേറ്റ്, റീറ്റെയിൽ ഉപഭോക്താക്കൾക്കായി ഇത് വിപുലമായ ബാങ്കിംഗ്, സാമ്പത്തിക സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. പ്രൊഡിക്ഷൻ. രണ്ട്. HCL ടെക്നോളജീസ് ലിമിറ്റഡ്. HCL ടെക്നോളജീസ് ലിമിറ്റഡ് HCLടെക് ആയി ബിസിനസ് ചെയ്യുന്നു. നോയിഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ ഇൻഫർമേഷൻ ടെക്നോളജി കൺസൾട്ടിംഗ് കമ്പനിയാണ്. 1991 HCL സോഫ്റ്റ്വെയർ സേവന ബിസിനസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇത് രൂപീകരിച്ചു. പ്രൊഡിക്ഷൻ. മൂന്ന്. കോൾ ഇന്ത്യ ലിമിറ്റഡ്. കൽക്കരി മന്ത്രാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് കോൾ ഇന്ത്യ ലിമിറ്റഡ്. കൊൽക്കത്തയാണ് ഇതിന്റെ ആസ്ഥാനം. ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ഉടമസ്ഥതയിലുള്ള കൽക്കരി ഉത്പാദക സ്ഥാപനമാണിത്. ഏകദേശം 2,72,000 ജോലിക്കാരുള്ള ഇന്ത്യയിലെ 9ാമത്തെ വലിയ തൊഴിൽ ദാതാവ് കൂടിയാണ് ഇത്. പ്രൊഡിക്ഷൻ. 4. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. മഹാരാഷ്ട്രയിലെ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര പൊതുമേഖലാ ബാങ്കും ധനകാര്യ സേവന സ്ഥാപനവുമാണ്. മൊത്തം ആസ്തി പ്രകാരം ലോകത്തിലെ 47ാമത്തെ വലിയ ബാങ്കാണിത്. 2020 ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനുകളുടെ ഫോർച്യൂൺ ഗ്ലോബൽ 500 പട്ടികയിൽ 221 സ്ഥാനത്താണ് ഇത്. പട്ടികയിലെ ഏക ഇന്ത്യൻ ബാങ്ക്. ഇത് ഒരു പൊതുമേഖലാ ബാങ്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കുമാണ്. പ്രൊഡിക്ഷൻ. 5. ലാർസൻ ആൻഡ് ടൂബ്രോ ലിമിറ്റഡ്. 1938 ബോംബെയിൽ ഡാനിഷ് എഞ്ചിനീയർമാരായ ഹെന്നിംഗ് ഹോൾക്ക് ലാർസണും സോറൻ ക്രിസ്റ്റ്യൻ ടൂബ്രോയും ചേർന്നാണ് L&T സ്ഥാപിച്ചത്. വ്യാവസായിക സാങ്കേതികവിദ്യ, ഹെവി ഇൻഡസ്ട്രി, എഞ്ചിനീയറിംഗ്, നിർമ്മാണം, ഉൽപ്പാദനം, വൈദ്യുതി, വിവരസാങ്കേതികവിദ്യ, സൈനിക, സാമ്പത്തിക സേവനങ്ങൾ എന്നിവയിൽ താൽപ്പര്യമുള്ള ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര കൂട്ടായ്മയാണ് L&T എന്നറിയപ്പെടുന്ന ലാർസൻ ആൻഡ് ടൂബ്രോ ലിമിറ്റഡ്. മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ഇതിന്റെ ആസ്ഥാനം. പ്രൊഡിക്ഷൻ. 6. മാൻകൈൻഡ് ഫാർമ. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ, ഹെൽത്ത് കെയർ ഉൽപ്പന്ന കമ്പനിയാണ് മാൻകൈൻഡ് ഫാർമ. ആന്റിബയോട്ടിക്കുകൾ മുതൽ ഗ്യാസ്ട്രോഇന്റസ്റ്റൈനൽ, കാർഡിയോവാസ്കുലാർ, ഡെർമൽ എന്നിവയ്ക്കുള്ള മരുന്നുകൾ വരെയുള്ള ചികിത്സാ മേഖലകളിൽ കമ്പനിക്ക് ഉൽപ്പന്നങ്ങളുണ്ട്. 2023 കണക്കനുസരിച്ച് മാൻകൈൻഡ് ഫാർമയ്ക്ക് ഇന്ത്യയിൽ 25 ഫാക്ടറികളും 6 ഗവേഷണ വികസന കേന്ദ്രങ്ങളുമുണ്ട്. കമ്പനി അതിന്റെ പ്രവർത്തന വരുമാനത്തിന്റെ 97% ഇന്ത്യൻ വിപണിയിൽ നിന്നാണ് നേടിയത്. പ്രൊഡിക്ഷൻ. 7. ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ്. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയും നിക്ഷേപ സേവനദാതാക്കളുമാണ്. 1978 സ്ഥാപിതമായ ഇത് മുരുകപ്പ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. 2024 കണക്കനുസരിച്ച് കമ്പനിക്ക് രാജ്യത്തുടനീളം 1387 ശാഖകളും 13,000-ത്തിലധികം ജീവനക്കാരുമുണ്ട്. ഭൂരിഭാഗവും ചെറിയ പട്ടണങ്ങളിലാണ്. ദി ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് പോസ്റ്റിന്റെ ഇന്ത്യയിലെ മികച്ച 50 NBFCകളിൽ കമ്പനി 9ാം സ്ഥാനത്താണ്. പ്രൊഡിക്ഷൻ.
8. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മഹാരാഷ്ട്രയിലെ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ഓട്ടോമൊബൈൽ നിർമ്മാണ കമ്പനിയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. 1945-ൽ മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് എന്ന പേരിൽ സ്ഥാപിതമായ ഇത് പിന്നീട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പുനർനാമകരണം ചെയ്തു. മഹീന്ദ്ര ഗ്രൂപ്പിന്റെ ഭാഗമായ M&M ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളിൽ ഒന്നാണ്. അതിന്റെ യൂണിറ്റ് മഹീന്ദ്ര ട്രാക്ടറുകൾ വോളിയം അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ട്രാക്ടറുകളുടെ നിർമ്മാതാവാണ്. 2018-ൽ ഫോർച്യൂൺ ഇന്ത്യ 500-ന്റെ ഇന്ത്യയിലെ മികച്ച കമ്പനികളുടെ പട്ടികയിൽ 17-ാം സ്ഥാനത്താണ് ഇത്. Prediction. Conclusion. 3.0 ബജറ്റിൽ കേന്ദ്ര സർക്കാർ സ്ട്രാറ്റജിക് സമീപനം കൈക്കൊള്ളാനാണ് സാധ്യതയെന്ന് പ്രതീക്ഷിക്കുന്നു. NDA സഖ്യം അധികാരത്തിൽ തിരിച്ചെത്തിയതിനാൽ പോളിസി തുടർച്ചയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ, ക്യാപെക്സ്, മാനുഫാക്ചറിംഗ് എന്നിവയ്ക്ക് കൂടുതൽ ഫോക്കസ് ലഭിക്കാം. വിപണിയെ സംബന്ധിച്ച് ദീർഘകാലാടിസ്ഥാനത്തിൽ പോസിറ്റീവ് കാഴ്ചപ്പാടാണുള്ളത്. Thank you.